വഖഫ് ഭേദഗതി നിയമത്തിൽ മുനമ്പം ജനതയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ കോൺഗ്രസ് നേതൃത്വം. ഭരണഘടനാ വിരുദ്ധമായ നിലവിലെ വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യുന്ന ബില്ലിനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു തുറന്ന കത്ത്. മുനമ്പത്തെ ദുരിതം വഖഫ് ആക്ട് മൂലമല്ലെന്ന് മുരട്ടുവാദം വേണ്ടെന്നും മുനമ്പം ജനത പറയുന്നു. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, കഴിഞ്ഞ ദിവസം മുനമ്പത്ത് നമ്മൾ കോൺഗ്രസ് നേതാക്കളുടെ രാഷ്ട്രീയ നാടകമൊക്കെ തന്നെ കണ്ടതായിരുന്നു. പക്ഷെ അതൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. കാരണം മുനമ്പത്തെ ജനങ്ങൾ തന്നെ ആ പ്രതിഷേധം ശക്തമാക്കുമായിരുന്നു. കാരണം തങ്ങളുടെ ദുരിതം പറയാൻ കഴിയാത്തവർക്ക്, അതിന് ഒരു പിന്തുണ പോലും നൽകാൻ കഴിയാത്തവർ ഇവിടേക്ക് വരണ്ട എന്നൊരു തുറന്നു പറച്ചിൽ തന്നെയായിരുന്നു മുനമ്പത്തെ ജനങ്ങൾ കോൺഗ്രസിന് നൽകിയിട്ടുണ്ടായിരുന്നത്. രജനി, ഒരു 52 ദിവസം പിന്നിടുകയാണ് ഈ വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പം തീരദേശ ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം. അതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനും മറ്റ് കോൺഗ്രസ് എം.എൽ.എമാരും ഈ മുനമ്പത്തേക്ക് എത്തിയിരുന്നു. അവിടെ എത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുനമ്പത്ത് നടന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇതിൽ കോൺഗ്രസ് ഒരു മൃദു സമീപനമാണ് ഇതുവരെ ഈ മുനമ്പം തീരദേശ ജനതയോട് കാണിച്ചിട്ടുള്ളത്. ഈ നിയമസഭയിലടക്കം വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയ അതിനൊപ്പം നിന്ന പ്രതിപക്ഷമാണ്. അതുകൊണ്ട് തന്നെ മുനമ്പം തീരദേശ ജനതയ്ക്ക് നിലവിൽ കോൺഗ്രസിനോട് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഒരു തുറന്ന കത്ത് നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശിനെ എഴുതിയിരിക്കുകയാണ്. അതിൽ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെന്ന് പറയുന്നത് ഏറെ പ്രസക്തമാണ്. അതായത് ഈ നേരത്തെ ഈ പ്രമേയം പാസാക്കിക്കൊണ്ട് വഞ്ചിച്ചതുപോലെ തങ്ങളെ ഇനി വീണ്ടും വഞ്ചിക്കുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും മുനമ്പത്തെ സമരസമിതി പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 10 മിനിറ്റ് മതി മുനമ്പം തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നുള്ളതാണ്. അത്തരത്തിൽ 10 മിനിറ്റ് എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാത്തത്? അങ്ങനെ പരിഹരിക്കാത്ത ഭരണപക്ഷത്തിനെതിരെ, അതായത് സർക്കാരിനെതിരെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഒരു സമര പരിപാടികളുമായിട്ട് രംഗത്തിറങ്ങാത്തത്? അത് പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. കാരണം 10 മിനിറ്റ് മതി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിക്കാത്തത് എന്നുള്ളതാണ് സാധാരണക്കാരായിട്ടുള്ള ആ മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യം. അത് മാത്രവുമല്ല, പാർലമെന്റിലെ വരുന്ന സെഷനുകളിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നമുക്കറിയാം, ഭരണപ്രതിപക്ഷ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ വലിയ രീതിയിൽ തുറന്നെതിർക്കുന്ന പാർട്ടികൾ തന്നെയാണ് ഈ പറയുന്ന ഇടതും ഒപ്പം തന്നെ വലതും. ഇടതുപക്ഷവും വലതുപക്ഷവും സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വഖഫ് ഭേദഗതി ബില്ലിനെ കോൺഗ്രസ് എംപിമാർ പാർലമെന്റിൽ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പ്രതിപക്ഷ നേതാവ് നൽകണമെന്നുള്ളതാണ് മുനമ്പം തീരദേശ ജനത മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആവശ്യം. ഒപ്പം തന്നെ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അത് പുറത്തുവിടാനായിട്ട് സർക്കാരിന് മേലൊരു സമ്മർദ്ദം ചെലുത്താനായിട്ട് നിലവിൽ പ്രതിപക്ഷത്തിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇതുവരെ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന വി.ഡി. സതീശന് ഒരു മറുപടി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം വി.ഡി. സതീശൻ ഈ ഒരു മുനമ്പം സന്ദർശിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഒരു പിന്തുണയൊക്കെ കൊടുത്തെങ്കിലും അത് വലിയ രീതിയിൽ ഒരു ഐക്യദാർഢ്യം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയായിട്ട് നമുക്ക് തന്നെ വ്യാഖ്യാനിക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ മുനമ്പം വീണ്ടും സന്ദർശിച്ചുകൊണ്ടൊരു പിന്തുണ കോൺഗ്രസ് എം.എൽ.എമാർ നൽകുകയായിരുന്നു. ഹൈബീഡിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ ഘട്ടത്തിൽ ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം മണിപ്പൂർ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതികരിച്ച ഒരു എം.പിയാണ് ഹൈബീഡൻ. പക്ഷെ എന്തുകൊണ്ടാണ് മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിനെതിരെ ഒരു പ്രതികരണം, ചെറിയ രീതിയിലുള്ള ഒരു പ്രതികരണം പോലും ഈ പറയുന്ന ഹൈബീഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മുനമ്പത്തെ യൂത്ത് ആൾക്കാർ, അതായത് യുവജനത ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. എന്തായാലും കോൺഗ്രസ് നിലവിൽ ഒരു മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത്. കാരണം അവർ തന്നെയാണ് ഈ വഖഫ് നിയമം കൊണ്ടുവന്നത്. പക്ഷേ മുനമ്പത്തെ സമരസമിതി ആവശ്യപ്പെടുന്നത് വഖഫ് നിയമ ഭേദഗതി ബില്ല് അത് നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന് ഈ പറയുന്ന ഇടത് വലത് കക്ഷികൾ ഒരുമിച്ച് ചേരണമെന്നുള്ളതാണ് ആവശ്യം. പക്ഷെ അത് സ്വാഭാവികമായിട്ടും അവർ ഒന്നിച്ച് ചേരത്തില്ല. കാരണം അവർ നിയമസഭയിലടക്കം ഈ പ്രമേയം പാസാക്കിയതാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ. എന്തായാലും ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് വന്നെങ്കിൽ മാത്രമേ മുനമ്പത്തെ അടക്കമുള്ള വഖഫ് അധിനിവേശം അത് ഇല്ലാതാക്കപ്പെടൂ, ആ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെടൂ എന്നുള്ള ഒരു വിലയിരുത്തലിൽ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിലാണ് തീരദേശ ജനത ഉള്ളത്. റിലേ നിരാഹാര സമരം മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് ഒരു തുറന്ന കത്തെഴുതിക്കൊണ്ട് അവർ മറ്റൊരു രീതിയിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസും സർക്കാരും ഒക്കെ തന്നെ മുനമ്പത്തെ തീരദേശ ജനത
ജനതയോട് വലിയൊരു വലിയ അവർക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അവർ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ആകെ ഉള്ളത് ജുഡീഷ്യൽ കമ്മീഷന് മേലുള്ള ഒരു പ്രതീക്ഷയാണ്. ജുഡീഷ്യൽ കമ്മീഷൻ ഈ വീടുകൾ കയറി ഒരു രേഖകൾ പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുമെന്ന് ആ സമരസമിതി നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും വരെ വീണ്ടും ഈ സമരം തുടരുമെന്ന് തന്നെയാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ സമരം മുന്നോട്ട് പോകുന്നുണ്ട്. സാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ ദിനംപ്രതി ആ വേളാങ്കണ്ണി പള്ളി അങ്കണത്തിലെത്തി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. രജനി, ശരി. എന്തായാലും വഖഫ് നിയമം എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അവർക്ക് ഈ വിഷയത്തിൽ മൗനം മാത്രമേ. അതുമാത്രമല്ല, കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ഇവിടെ കേരളത്തിൽ വ്യക്തവുമാണ് രജനി. കാരണം ഈ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ജനം TV തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. കരുനാഗപ്പള്ളി MLA കോൺഗ്രസിന്റെ CR മഹേഷ് ഈ വഖഫ് സമരം, വഖഫ് അനുകൂല സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചതുമാണ്.